കേരളത്തിൽ. പതിവിലും നേരത്തെ എത്തുന്നത് 2009 ശേഷം ഇതാദ്യം. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാണ്. 5 മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. മഴക്കെടുതിയിൽ ഇതുവരെ 25 മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീടുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോൾ ക്യാമ്പുകളിൽ അഭയം തേടുകയാണ് പലരും. ഇങ്ങനെയൊരു സാഹചര്യം നിങ്ങൾക്ക് ചുറ്റുപാടുണ്ടായി നിങ്ങൾ എന്ത് ചെയ്യും? മഴക്കാലത്ത് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വെള്ളപ്പൊക്കം. നദീതീര പ്രദേശങ്ങൾ, കൃഷിയിടങ്ങൾ, നഗരപ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വെള്ളപ്പൊക്ക സാധ്യത ഏറെയാണ്. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും അതിനു മുൻപും ശേഷവും നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വെള്ളപ്പൊക്ക സാധ്യതയുള്ളപ്പോൾ TV, റേഡിയോ, മൊബൈൽ ഫോൺ എന്നിവ വഴി IMD, KSTM മുഖാന്തരം പുറപ്പെടുവിക്കുന്ന അലേർട്ടുകൾ അഥവാ മുന്നറിയിപ്പുകൾ കൃത്യമായി നിരീക്ഷിക്കുക. എന്താണ് അലേർട്ടുകൾ? വരാനിരിക്കുന്ന കാലാവസ്ഥയുടെ തീവ്രതയെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി IMD പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങളിലായി ഒരു സംവിധാനം ഉപയോഗിക്കുന്നു. മഴ, ഇടിമിന്നൽ, മറ്റ് അപകട സാധ്യതകൾ എന്നിവയെക്കുറിച്ച് അറിയുവാനും മുൻകൂട്ടി ആസൂത്രണം ചെയ്യുവാനും ഇത് ജനങ്ങളെ സഹായിക്കുന്നു. 24 മണിക്കൂറിൽ പെയ്യുന്ന മഴയുടെ അളവിനെ അടിസ്ഥാനമാക്കിയാണ് ഈ മഴ മുന്നറിയിപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ഗ്രീൻ അലർട്ട്. നിർദ്ദേശങ്ങളൊന്നുമില്ല. 64.4 മില്ലിമീറ്ററിന് താഴെ നേരിയ മഴയ്ക്കുള്ള സാധ്യത. കാലാവസ്ഥ പൊതുവെ സുരക്ഷിതമാണ്. നടപടികളൊന്നും ആവശ്യമില്ല. രണ്ടാമത്തേത് യെല്ലോ അലർട്ട്. ജാഗ്രത പാലിക്കുക. 64.4 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴയ്ക്കുള്ള സാധ്യത. ചെറിയ തടസ്സങ്ങൾക്ക് കാരണമായേക്കാവുന്ന പ്രതികൂല കാലാവസ്ഥ. അപ്ഡേറ്റഡ് ആയിരിക്കുക. മൂന്നാമത്തേത് ഓറഞ്ച് അലർട്ട്. തയ്യാറായിരിക്കുക. 115.5 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യത. ഗതാഗതത്തെയും വൈദ്യുതിയെയും പ്രതികൂലമായി ബാധിക്കുന്ന കാലാവസ്ഥ. മുൻകരുതലുകൾ സ്വീകരിക്കുക. എമർജൻസിക്ക് തയ്യാറാക്കിയിരിക്കുക. നാലാമത്തേത് റെഡ് അലർട്ട്. നടപടികൾ സ്വീകരിക്കുക. 204.5 മില്ലിമീറ്ററിന് മുകളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത. ജീവന് ഭീഷണിയായേക്കാവുന്നതും ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചേക്കാവുന്നതുമായ അതികഠിനമായ കാലാവസ്ഥ. അടിയന്തര സുരക്ഷാ നടപടികൾ അത്യാവശ്യമാണ്. എമർജൻസിക്ക് തയ്യാറാക്കി വെക്കുക. അത് വീട്ടിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന തരത്തിൽ സുരക്ഷിതമായ ഒരിടത്തേക്ക് വയ്ക്കുകയും ചെയ്യുക. വീട്ടിലെ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ എല്ലാവരോടും ഈ വിവരം അറിയിക്കുക. ഒരു അടിയന്തര സാഹചര്യത്തിൽ ആരെയും കാത്തു നിൽക്കാതെ എമർജൻസി കിറ്റുമായി സുരക്ഷിത ഇടത്തേക്ക് മാറാനുതകുന്ന തരത്തിലേക്ക് വീട്ടിലുള്ള എല്ലാവരെയും പ്രാപ്തരാക്കുകയും ചെയ്യുക. ഡോക്യുമെന്റുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ അവ ഈ ഡോക്യുമെന്റ് ആക്കി ഡിജി ലോക്കർ പോലുള്ള ആപ്ലിക്കേഷനിൽ സേവ് ആക്കി സൂക്ഷിക്കും. വെള്ളപ്പൊക്ക സമയത്ത് വൈദ്യുതി, ഗ്യാസ് സിലിണ്ടർ മുതലായവ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ഓഫ് ചെയ്യുക. ഉടൻ തന്നെ സുരക്ഷിതമായ ഉയർന്ന പ്രദേശത്തേക്കോ വീടിന്റെ മുകളിലെ നിലയിലേക്കോ മാറുക. പ്രളയജലത്തിൽ നടക്കുകയോ നീന്തുകയോ വാഹനം ഓടിക്കുകയോ ചെയ്യാതിരിക്കുക. ഒഴുകിവരുന്ന കൂർത്ത വസ്തുക്കൾ, മാൻഹോളുകൾ എന്നിവ അപകടകാരികളാണ്. ഒട്ടും അമാന്തിക്കാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുക. അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. വെള്ളപ്പൊക്കത്തിന് ശേഷം ഔദ്യോഗികമായ അറിയിപ്പുകൾ ലഭിക്കാതെ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകാതിരിക്കുക. വെള്ളത്തിൽ ഇലക്ട്രിക് കമ്പികൾ പൊട്ടി വീണിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ വൃത്തിയാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലൗസ്, ബൂട്ട്സ്, മാസ്ക് തുടങ്ങിയവ ധരിക്കുക. ബ്ലീച്ചിങ് പൗഡർ പോലുള്ള അണുനാശിനികൾ ഉപയോഗിക്കുക. ഡയേറിയ, ഡെങ്കു, ലെപ്റ്റോസിറോസിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾ പകരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിനാൽ തന്നെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. നമ്മുടെ അറിവ് മറ്റുള്ളവർക്കും പകരാം. ഒരുമിച്ച് നിന്ന് ഈ മഴക്കാലത്തെ നേരിടാം.